ഹലോ ഹായ് എല്ലാ ഫാമിലീസിനും ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കണത്. നമുക്ക് ചെറുകായ കറി വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. ഇതാണ് ചെറുകായ. ഇങ്ങനത്തെ കായയും കൊണ്ടാണ് കറി വെക്കുന്നത്. എന്താ കായ കട്ട് ചെയ്തിട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടി, കഞ്ഞിവെള്ളവും ഇല്ലേ നമ്മുടെ കഞ്ഞിവെള്ളവും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ആ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അതിൽ ഒരു കറ പോലെ ഉണ്ടാവും കായയ്ക്ക്. ആ കറയൊക്കെ പോയി കിട്ടും. ഒരു 10 മിനിറ്റ് നേരം വെള്ളത്തിൽ കഴുകിയിടുക. നന്നായി കട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കഴുകി ഇട്ടിട്ടുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടിയും കഞ്ഞിവെള്ളമാണ്. എന്നിട്ട് 2 പ്രാവശ്യം ഒന്ന് നമുക്ക് കഴുകിയെടുത്താൽ മതി. അപ്പോൾ കറയൊക്കെ കംപ്ലീറ്റും പോകും. അതിന് വേണ്ടത് തക്കാളി, ഒരു 2 തക്കാളി എടുത്തിട്ടുണ്ട്. പുളിപ്പ് ആവശ്യത്തിന് എടുക്കാം കേട്ടോ. ഞാൻ പുളി ഒഴിക്കുന്നില്ല, അത് കാരണം തക്കാളി മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോൾ 2 തക്കാളി, 2 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, 3 വെളുത്തുള്ളി, പിന്നെ ഒരു സവോള, ചെറിയൊരു സവോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് തുടങ്ങാം. വെളിച്ചെണ്ണ ചട്ടി ചൂടായിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. ഒന്ന് ചൂടായി വരുമ്പോൾ കടുക്, ജീരകം കുറേശ്ശെ ആവശ്യത്തിന് കേട്ടോ. കടുക്, ജീരകം, പൊട്ടി വരട്ടെ. കറിവേപ്പില, കഴുകിയപ്പോൾ വെള്ളമുണ്ട് കേട്ടോ, അതാണ് പൊട്ടുന്നത്. കറിവേപ്പില, 2 മുളക്, നമ്മുടെ ഉണക്കമുളക് കേട്ടോ, കപ്പലമുളക് അങ്ങനെയൊക്കെ പറയും, ചുവന്ന മുളക് എന്നൊക്കെ. ഉള്ളി, സവോള, ഇഞ്ചി, പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി എല്ലാം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഒരു വിധം ഒരു മെറൂൺ കളർ വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരു പൊട്ട് ഉപ്പിടുക കേട്ടോ. ഉള്ളി വേഗം വഴറ്റി കിട്ടാനാണ്. നന്നായി ഇളക്കി കൊടുക്കുക. ഇനി കായ കൊട്ടാട്ടോ. കായ കഴുകി നന്നായി 2-3 തവണ കഴുകണം കേട്ടോ, എന്നാലേ അതിൻ്റെ കറ പോകും. നന്നായി ഇളക്കി കൊടുക്കുക. നമുക്ക് തക്കാളി ആഡ് ചെയ്യാം. തക്കാളിയും കൂട്ടി നന്നായി ഇളക്കി കൊടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. ആവശ്യത്തിന് നമുക്ക് മുളക് പൊടി ഇടാം കേട്ടോ. നിങ്ങൾ 1 ടീസ്പൂണേ ഇടൂ. എരിവുള്ളതാണെങ്കിൽ 1 ടീസ്പൂൺ ഇട്ടാൽ മതി. മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂൺ ഇടാം. നമ്മളിപ്പോൾ മീൻ കറി വയ്ക്കും പോലെയാണ്. പിന്നെ 1 ടീസ്പൂൺ ഉപ്പിടാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. എന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒരു പച്ച ചുവ മാറും മുളക് പൊടിയിൽ.
നന്നായി ഇളക്കി കൊടുത്തിട്ട് ഇനി അത് വേകാനുള്ള കുറച്ച് വെള്ളം ആവശ്യത്തിന്, അധികം വെള്ളത്തിൽ വെച്ചാൽ നന്നല്ല. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ മീൻ മസാലയോ ചിക്കൻ മസാല ഏത് വേണമെങ്കിൽ ഇടാം, നമ്മുടെ കയ്യിലുള്ളത്. കുറച്ച് വെള്ളം ഒഴിക്കുക. ഇതാ മേലെ നിൽക്കുന്ന വെള്ളം കേട്ടോ. ഇവിടെ കായൊക്കെ നല്ലോണം കഴിക്കും, അതാണ് ഇത്ര കായ എടുത്തേക്കണേ കേട്ടോ. പിന്നെ ചെറുകായല്ലേ, അപ്പോൾ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ നല്ലതാണ്. നന്നായി വെന്ത് വരട്ടെ, നമുക്ക് അടച്ച് വയ്ക്കാം കേട്ടോ. കറി പാകമായിട്ടുണ്ട്, നല്ല തിക്നെസ് കിട്ടി, വെള്ളമൊക്കെ പാകത്തിനായി. അപ്പോൾ കായ ഒന്ന് ഉടഞ്ഞാൽ നല്ല തിക്നെസ് കിട്ടും. പിന്നെ ഇത്തിരി മീൻ മസാല, 1 ടീസ്പൂൺ മീൻ മസാലയും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ നമ്മുടെ കായ മീൻ കറി റെഡി കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, മറക്കരുത്. സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും വീഡിയോ കാണണം, വീഡിയോ ഇഷ്ടമായ ഒരു ലൈക്കും വേണം. അപ്പോൾ എല്ലാവരും സപ്പോർട്ടാണ് നമ്മുടെ ഓരോ വീഡിയോസിൻ്റെയും നിലനിൽപ്പ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ഒരു ലൈക്ക് വേണം, മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.